മാജിക് ഡൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. ചെമ്മീൻ റോസ്റ്റ് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചെമ്മീൻ. 1/2 കിലോ ചെമ്മീനാണ് ഇവിടെ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ്, അതുകൊണ്ട് ഞാനത് ഒന്ന് രണ്ടുമായിട്ടൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്കൊന്ന് തിരുമ്മി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് സവാള, ഒരു 3 സവാള ചെറിയ സ്ലൈസാക്കി കട്ട് ചെയ്തെടുത്തത്. പിന്നെ ചെറിയ ഉള്ളി നമുക്ക് ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒരു 10-15 ചുള ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു ചെറിയ തേങ്ങാമുറി ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തത്. ഇപ്പോൾ തേങ്ങ കൊത്തി അരിഞ്ഞില്ല, തേങ്ങാപ്പാൽ ചേർത്താലും മതി. പിന്നെ വേണ്ടത് ഒരു 3-4 തക്കാളി. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, കുറച്ച് കുരുമുളക് പൊടി, കറിവേപ്പില, ഒരു 3-4 പീസ് കുടംപുളി കുതിർത്തത്. ഇത്രയും സാധനം കൊണ്ട് നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇടാം. വെളുത്തുള്ളി ഒന്ന് ചുമന്ന് തുടങ്ങുമ്പോൾ തേങ്ങ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി അതിലേക്ക് ഇടാം. തേങ്ങ ഒരുമാതിരി മൂത്ത് തുടങ്ങി കഴിയുമ്പോൾ ചെറിയ ഉള്ളി ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇതിലേക്ക് ഇടാം. ഇനി സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി സവാളയിലേക്ക് 1 സ്പൂൺ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീനിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഉപ്പ് ചേർത്തിട്ട് സവാള വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് മൂത്ത് വരും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായി വരട്ടിയെടുക്കാം. ഇപ്പോൾ അത് മൂത്ത് നല്ലതുപോലെ അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി തുടങ്ങിയ ഉള്ളിയിൽ നിന്നും. അപ്പോൾ നമ്മൾ ആ ഉള്ളിയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു സാധാരണ മീഡിയം രീതിയിലുള്ള മുളക് ആണ് ചേർത്തിട്ടുള്ളൂ. ഇനി അത് ആ എണ്ണയിലിട്ട് തന്നെ നമ്മളതൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണത്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി ഒന്നും കൂടെ ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ നന്നായി ഇളക്കി കൊടുക്കും. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇനി നമുക്ക് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതങ്ങ് വേവിക്കാം.
ഇത്തിരി ഉപ്പും കൂടി ചേർക്കും. ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വേവട്ടെ. ചെമ്മീൻ അധികം വേവൊന്നുമില്ല. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കുടംപുളി എടുത്ത് വെച്ചിട്ടില്ല, ആ കുടംപുളിയും കൂടെ ഇതിനകത്തേക്ക് ഇടുക. 2-3 ചുള കുടംപുളി. ഇത് ഓപ്ഷണലാണ്, അത് വേണ്ടവരിട്ടാൽ മതി. ഒരു ചെറിയ പുളി, മീൻ കറിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു പുളി എല്ലാവർക്കും ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമില്ല. ഞാൻ പുളി ചേർക്കാറുണ്ട്. ഇപ്പോൾ ഒന്നും കൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തല്ല നമ്മൾ ചേർക്കുന്നതെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്താൽ മതി. തേങ്ങാപ്പാലാകുമ്പോൾ നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ആ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി വറ്റിച്ചിട്ട് വാങ്ങും. ഞാനിപ്പോൾ ഇത് തേങ്ങാക്കൊത്ത് ചേർത്തതുകൊണ്ട് പാലൊന്നും ചേർക്കുന്നില്ല. അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്തു. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ അല്ല, ഇതൊരു ചെറിയ ഗ്രേവിയോട് കൂടി ഒരു പെരളനായിട്ട് നമ്മളിത് എടുക്കുന്നത്. ഇനി ഇത് ഓഫ് ചെയ്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. വളരെ എളുപ്പത്തിലും രുചികരമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ കറിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.